അരനൂറ്റാണ്ടിന്റെ നീണ്ട ഇടവേള കഴിഞ്ഞ് ആ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാസ. കൃത്യമായി പറഞ്ഞാൽ 54 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഒരു പേടകം ചന്ദ്രനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. ആർട്ടമിസ് 2 ദൗത്യത്തിലൂടെയാണ് ആ ചരിത്ര നിമിഷത്തിലേക്ക് എത്തുന്നത്. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോക്ക്, കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിൽ നിന്നുള്ള ജെറാമി ഹാൻസൺ എന്നിവരാണ് ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ പങ്കാളിയാകുന്ന ആദ്യ വനിത, US പൗരനല്ലാത്ത ആദ്യ സഞ്ചാരി തുടങ്ങിയ പ്രത്യേകതകളുള്ളതാണ് ഈ ദൗത്യം. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സ്പേസ് ലോഞ്ച് സിസ്റ്റം ലോഞ്ച് വെഹിക്കിളിലാണ് ഇവർ യാത്ര തിരിക്കുക. 32 നിലകളുള്ളതാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ്. ഫെബ്രുവരിയിൽ ഹൈഡ്രജൻ ഇന്ധന ചോർച്ചയും ഹീലിയം പ്രഷറൈസേഷൻ ലൈൻ തടസ്സവും കാരണമുണ്ടായ സാങ്കേതിക കാലതാമസം മറികടന്നാണ് ആർട്ടമീസ് 2 ദൗത്യം പറന്നുയർന്നത്. ഈ ദൗത്യത്തിനിടെ പേടകത്തിന്റെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ അടക്കം പരീക്ഷിക്കുന്നതിനായി ചന്ദ്രന് ചുറ്റും പേടകം അതിവേഗത്തിൽ കറങ്ങുകയായിരിക്കും ചെയ്യുക. അതിനാൽ തന്നെ ഈ ദൗത്യത്തിനിടെ സംഘാംഗങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങില്ല. ഒറിയോൺ ക്യാപ്സൂൾ ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷം ചന്ദ്രനെ ലക്ഷ്യമായി ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ഡീപ് സ്പേസ് സാഹചര്യങ്ങളിൽ പേടകത്തിന്റെ നിയന്ത്രണം, ആശയവിനിമയം, ജീവൻ രക്ഷാ സംവിധാനങ്ങൾ എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തുന്നത് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതോടെ 10 ദിവസത്തെ പറക്കൽ അവസാനിക്കുന്നു. തുടർന്ന് പസഫിക് സമുദ്രത്തിൽ പതിക്കുന്നതിനു മുമ്പ് ബഹിരാകാശ പേടകത്തിന്റെ ഹീറ്റ് ഷീൽഡിന്റെ പ്രവർത്തനവും വിദഗ്ധർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. 5.6 ദശലക്ഷം ആളുകളുടെ പേരുകൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതും ഈ ദൗത്യത്തിന്റെ പ്രത്യേകതയാണ്. നാസയുടെ സെൻഡ് യുവർ നെയിം ടു ദ മൂൺ ക്യാമ്പയിനിൽ പങ്കെടുത്ത 5.6 ദശലക്ഷത്തിലധികം ആളുകളുടെ പേരുകൾ അടങ്ങിയ SD കാർഡാണ് ഒറിയോൺ ബഹിരാകാശ പേടകത്തിൽ കൊണ്ടുപോകുന്നത്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നതല്ല, മറിച്ച് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ആർട്ടമിസ് 3 പോലെയുള്ള ദൗത്യങ്ങളുടെ വിജയത്തിന് കരുത്തേക്കാൻ കഴിയുന്ന ചവിട്ടുപടിയാവുക എന്നതാണ്. ആർട്ടമിസ് ദൗത്യം ചന്ദ്രനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ചൊവ്വയിലേക്കും നീണ്ടുകിടക്കുന്നതാണ്.